ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ മറ്റൊരു വാർത്ത കൂടി. ഓലത്താന്നി വിക്ടറി ഹൈസ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് അഭിഷേക്. ഇന്നലെ ഉച്ചയോടെ ഇളയ സഹോദരനെയും കൂട്ടി കൂട്ടപ്പനയിലെ വേട്ടക്കളം കുളത്തിലേക്ക് വന്നതാണ്. മീൻ പിടിക്കാനും കുളിക്കാനുമായി ആണ് ഇരുവരും വന്നത് എന്ന് പറയപ്പെടുന്നു. ഈ കുളത്തിൽ മുൻപും ഇറങ്ങിയ രണ്ടുപേർ 6 മാസങ്ങളിലെ ഇടവേളകളിൽ ഈ കുളം അപഹരിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നീന്തൽ പഠിച്ചാണോ അത് വെള്ളത്തിൽ ഇറങ്ങിയാണോന്ന് അറിയില്ല. മീനുണ്ട് ചേട്ടാ, അത് ആ കുളം ഡാഞ്ചർ കുളം കേട്ടോ. അത് പക്ഷെ ഒരു ബോർഡ് പോലും പഞ്ചായത്ത് വെച്ചിട്ടില്ല. അതൊരു വല്ലാത്തൊരു കാര്യം. ഇത് അപകടമാണ് എന്ന് പിള്ളേർക്ക് നാട്ടുകാർക്കായാലും ഒരു ഇപ്പോഴത്തെ ഇവരെ ഈ ചെളി കോരുന്നെന്ന് പറഞ്ഞിട്ട് ചെളി കോരുന്നില്ല കേട്ടോ. ഇവരെന്താ കരയെ കൂടെ ഇടിച്ചിട്ട് JCB ഇറക്കി ഒരു കലക്കിലേക്ക് അങ്ങ് വയ്ക്കും. ഇതിനെ മൊത്തത്തിൽ ഒരു അമർത്തി അങ്ങ് വയ്ക്കും, കോരുന്നില്ല. അച്ഛൻ പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം നെയ്യാറ്റിൻകരയിലോ മറ്റോ പോയിരുന്നതാണ്. അമ്മയാണെങ്കിൽ ആറുകാണിയിലേക്കും. ആ തക്കം നോക്കിയാണ് സഹോദരങ്ങൾ ഈ കുളത്തിലേക്ക് പോയത്. അവരുടെ മാതാപിതാക്കളുടെ പൊന്നോമനകളായിരുന്നു അവർ. നാട്ടുകാർ പറയുന്നു, അച്ഛൻ്റെ ബൈക്കിൻ്റെ പിന്നിലും മുന്നിലുമല്ലാതെ ഈ 2 മക്കളെ നാട്ടുകാർ കണ്ടിട്ടേയില്ല. അത് 2 ആള് 3 ആള് പൊക്കത്തിൽ ഇങ്ങനെ ഇരിക്കുക. നമ്മളങ്ങോട്ട് ചെന്ന് ഇറങ്ങുമ്പോഴേ പിന്നെ കയറില്ല ഒരു കാരണവശാലും. ഈ പായൽ വരാന്ന് പറഞ്ഞ് പോണവര് പായൽ വാരില്ല. ഇതിനെ ഈ കൊട്ടേഷൻ എടുക്കുന്ന ടീമുകളും അവർക്കുള്ള പണിക്കാരും കൂടെ ചേർന്നിട്ട് അവർ പറയും പോലെ ഇവർ നിന്ന് ഇതിനെ ഇവർ അമർത്തി മണ്ണിനടിയിലോട്ടാക്കി വെക്കും. വയ്ക്കുമ്പോഴത്തേക്ക് ഈ സാധനം പിന്നെ അത് ഭയങ്കര പ്രശ്നമായി മാറും. പിള്ളേരെ പുറത്തൊന്നും വല്ല തന്തപ്പടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാ പോകുന്നതെന്ന് പറഞ്ഞു. ഇവര് അവരെ അറിയാതെ കൊണ്ട് വന്നതാ. നല്ല കരുതലുള്ള കുടുംബമാണ് പിള്ളേരെ. എന്നിട്ടും കൂടെ ഇങ്ങനെ സംഭവിച്ചു. 20 വയസ്സായില്ല, 10 പഠിക്കണ പയ്യൻ, 16 വയസ്സ്. 10 വയസ്സിനകത്ത് അത്രേ ഉള്ളൂ. പൊടി കിട്ടി. ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു. അവരൊരു പുതിയ വീട് റോഡരിയിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പഴയ വീട് ഒരു ഷെഡാണ്. ആ ഷെഡിൽ തളർന്നു കിടക്കുന്ന അമ്മയെ കണ്ടു. വേദന കടിച്ചമർത്തി തലകുമ്പിട്ടിരിക്കുന്ന അച്ഛനെ കണ്ടു. ആരോട് പറയാനാണ്? ഇതുപോലെ വിധി തട്ടിയെടുക്കുന്ന മക്കളുടെ കഥനകഥകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ പിന്നെ നീറി ജീവിക്കുന്ന അവസ്ഥ, ഇതൊക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ മുമ്പ് വന്നുപോയവർക്കും ഇതേ അപകടം സംഭവിച്ചതായി പറയുന്നു. ഈ കൈത്തോടിൽ നിന്നുള്ള വെള്ളം അകത്തേക്ക് പോകയാൽ ധാരാളം മീനുണ്ട്. നമ്മളത് കാണുകയും ചെയ്തു. ആ മീനിനെ പിടിക്കാൻ വരുന്നവരും അല്ലാതെ വലവിരിക്കാനെത്തുന്നവരും അങ്ങനെ പലരും വരുന്ന ഒരിടം. അവിടെ ഒരിടത്തും ഒരപകട സൂചന ഗവൺമെൻറ്റിൻ്റെ വക നൽകിയിട്ടുമില്ല. ഇത് നമ്മൾ കേട്ടത് 3ാമത്തെ ആ കുളത്തിൽ വീണുള്ള അപകടം എന്നതാണ്. കുട്ടിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ്. 2 മണിയോടെ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു. അവരുടെ പഴയ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കല്ലറ ഒരുങ്ങുന്നുണ്ട്. വളരെ വേദനയോടെയാണ് ഈ നാട്. ആ കുട്ടിയെ ഓർക്കുമ്പോൾ ആ കൂട്ടുകാർക്കും വിങ്ങലാണ്. അവരും ഇവിടെ ഉണ്ടായിരുന്നു. നീന്താൻ പോയത് എന്നതാണ്. അവനാ നീന്താനൊന്നും അറിഞ്ഞില്ല. മീൻ പിടിക്കാൻ പോയി അസുഖങ്ങൾ പിടിക്കുന്ന കുളം, മസ്തിഷ്ക ജ്വരമൊക്കെ വരും. എല്ലാം കെട്ടിക്കിടക്കണം. അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കാലെടുത്ത് ചെളിയുണ്ട്, മീനുമുണ്ട്, നിറയെ മീനുണ്ട്. പിന്നെ ആരെയും ഉണ്ടെങ്കിൽ മുടിയില്ല അവിടെ അല്ലാതെ പറ്റാതെ ചെളി തന്നെ പോകണം. കയ്യിൽ പിടിച്ചാലേ നമ്മളെ കൂടെ പിടിച്ചതാണ്. അവർക്ക് വേണ്ടി വയ്ക്കുന്ന കൂടി നിന്ന നാട്ടുകാർ അങ്ങനെ പലതും പറഞ്ഞു. ആ കുട്ടി ഈ കുളത്തിലേക്ക് വന്നതും അനുജനെ കൂടെ കൂട്ടിയതും നാട്ടുകാരും കണ്ടതുമില്ല. ഒടുവിൽ നിലവിളിയും കൂട്ടബഹളവുമായി ഈ കുളത്തിനു ചുറ്റും ആൾക്കാർ ഓടിക്കൂടി. അവർക്കും ഈ കുളത്തിൻ്റെ അകത്ത് ഒരാൾ മുങ്ങിത്താണതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്താനായില്ല. പിന്നെ ഫയർഫോഴ്സും പോലീസുമൊക്കെ വന്ന് തിരഞ്ഞെടുക്കുന്നത് വരെയും ഇവിടെ വൻ തിരക്കായിരുന്നു. ഈ നാട് മുഴുവൻ തേങ്ങുകയായിരുന്നു ജീവനോടെ അവനെ തിരിച്ചു കിട്ടാൻ.
ഡാഡിയുടെ പേരാ? ഡാഡിയുടെ പേരെന്താ? ഇയാൾക്ക് എത്ര വയസ്സാവും? ഇളയവന് ഒരു 10-13 വയസ്സ്. 12. വണ്ടി പോകാൻ പാടില്ല. പാവം സമയമെടുത്തു എന്ന് പറഞ്ഞാൽ മതി. നാട്ടുകാരിൽ ചിലർ അങ്ങനെ പറഞ്ഞു നെടുവേർപ്പെട്ടു. കാരണം അവർ അച്ഛനോടും അമ്മയോടൊപ്പം അല്ലാതെ പുറത്തു പോകുന്ന കുട്ടികളെയല്ല. മാത്രമല്ല ഭീകര കുളത്തിലേക്ക് പിള്ളേരാരും പോകാറില്ല. നാട്ടുകാർ കരയിൽ കൈവരിയിൽ പിടിച്ചു നിന്ന് മുതിർന്നവർ ചൂണ്ടയിടും, വലയും നിറയെ തടിയൻ വാകയും വരാലും സിലോപ്പിയുമുണ്ട്. ഈ തോട്ടിലൂടെ ഒഴുകുന്ന വെള്ളത്തെ തടയണ കെട്ടി ആ കുളത്തിലേക്ക് പോകാൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ കുളം സാധാരണ രീതിയിൽ ഒരു കെട്ടിക്കിടക്കുന്ന ഒരു ചിറയുടെ സ്വഭാവമാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നിറയെ ചെളിയുണ്ടെന്ന് പറയുന്നു. പഞ്ചായത്ത് 50 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച കുളമാണത്. പറ്റിച്ച് ചെളിവാരി സൈഡ് വാളും നടപ്പാതയും വഴിവിളക്കുകൾ സ്ഥാപിച്ച് മനോഹരമാക്കിയതാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ ആരോ ഒരാൾ ഇതിൽ വീണ് ജീവൻ പൊലിഞ്ഞിട്ടും കുളത്തിൽ ഇറങ്ങരുത് എന്ന ഒരു ബോർഡ് പോലും ഇവിടെ വച്ചിട്ടില്ല. ഇന്നലെ നിലവിളി കേട്ട് ആൾക്കാർ ഓടിക്കൂടുമ്പോഴാണ് ചേട്ടൻ മുങ്ങാൻ കുഴിയിട്ട് പോയി തിരിച്ചു പൊന്തിയില്ല എന്ന് അനുജൻ വേദനയോടെ ഓർക്കുന്നു. അമ്മയുടെയും അച്ഛന്റെയും സ്വപ്നങ്ങളെ കെടുത്തി അവൻ ഇവിടെ നിന്ന് മാഞ്ഞുപോയി. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും പരിശോധിച്ച ഒടുവിൽ തലയ്ക്ക് ക്ഷതമേറ്റ് ചെളിയിൽ പൂണ്ട നിലയിൽ മരവിച്ച ശരീരം പുറത്തെടുക്കുമ്പോൾ ഒരു നാട് ഒന്നാകെ വാവിട്ട് കരഞ്ഞുപോയി.